രാത്രി ഫുള്ള് ചെറിയ മഴയാണ്, നിന്നിട്ടേ ഇല്ല. തോരാത്ത മഴയാണ്, പക്ഷെ വലിയ ശക്തമല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ മഴ ഇവിടെ ഈ വർഷം അങ്ങനെ പെയ്തിട്ടില്ല. ഇതുപോലെ ചെറിയ രീതിയിലുള്ള കുറേശ്ശെ ഇങ്ങനെ വെള്ളം വീഴും. കുളം എന്നാലും കുറച്ച് താണായിരുന്നു. എല്ലാവരും വന്നപ്പം അത് വീണ്ടും സെറ്റായിട്ടുണ്ട്. എന്നാലും ഫുള്ളായില്ല, ഒരു ശകലം കൂടെ കയറാനുണ്ട്. സ്കൂൾ സമയത്ത് ഈ ഇത് സിമെന്റ് കൊണ്ടുവന്ന ലോറിയാ. പിന്നെ കുറെ കുഴപ്പിലെ പിള്ളേരെ അച്ഛനും മിക്കവാറും കൂടെ എല്ലാത്തിനും തിന്നാൻ രാവിലത്തേക്ക് വേണം, ഉച്ചക്കേക്ക് വേണം. കേട്ടോ തൂട്ടി പിടിച്ചോ. വേണ്ട, എനിക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുത്തോണ്ട് വേറെ അല്ല, ഇത് കൈ പിടിച്ച ഞാൻ വേറെ കൂടെ നോക്കട്ടെ. പാൽ മേടിക്കാൻ പോവാം, ഒന്നുകൂടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി. വീണ്ടും പായസം അടപ്രഥമൻ നല്ല വടിക്കട്ടായിട്ട് അടപ്രഥമനൊക്കെ ഉണ്ടായി. അമ്മായും പറഞ്ഞു നമുക്ക് പായസം ഉണ്ടാക്കാന്ന്. പാല് മേടിക്കാൻ പോവാ. നാരായണ പറഞ്ഞപ്പോൾ നാരായണിക്ക് ജാട, ഞാൻ പോയി മേടിച്ചു കൊള്ളാം. ജാട മുകളിൽ ജാട പോവാ. ഇല്ല അവർക്ക് ശരിയാ ഇതാ കൊടുത്തേ. അപ്പൊ ടാറ്റ. മഴയത്ത് എല്ലാ ഉരുള് വണ്ടിയും വന്ന് ഞാൻ പോയാൽ അപ്പൊ ഞാൻ പൊക്കോട്ടെ. നീ പൊക്കി കിടക്കുമല്ലോ. പിന്നെ ആണല്ലോ, നിലയിലൊന്നും ഇല്ലല്ലോ, പൊങ്ങി കിടക്കും. ചേച്ചി വരുമോ? അപ്പ വാ. പാൽ കാണിക്കണമല്ലോ. ഞങ്ങളുടെ കറുത്ത പശുവിൻ്റെ വിളിത്ത വെള്ളം നമ്മളെ പശുവാങ്ങളുടെ പാല് നോക്കുന്നുണ്ടോ? വെള്ളം പിന്നെ വേറൊരു കാര്യം, ആദ്യ കേൾക്കില്ലായിരുന്നു. പിന്നെ എല്ലാവരും ആകെ പേരൊന്നും മനസ്സിലുണ്ട്. മതിയൊന്നും അറിയത്തില്ല. മഴയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കാണിയല്ലോ മനെ. അതോ മീനി വന്നെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയ്ക്ക് പോക്കാൻ അവല് വിളയിക്കാൻ കിട്ടും. കാപ്പാട് രണ്ടുണ്ടാ മതി മൊത്തത്തിൽ. ഇവിടെ ഉണ്ട് വേറെ ശർക്കര. അതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, അതിനകത്ത് ശർക്കര ഒഴിച്ചാൽ മതി. ഉപ്പ് എഴുതുന്ന മാത്രം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ നേരം. ഇപ്പോഴല്ല, കുറച്ച് മാറ്റി വെച്ചു. കേട്ടോ എടുക്കട്ടെ, കലത്തിലോട്ട് ഇട്ടേ, മംഗലത്തിൽ ഇട്ടേ. ഈ തർക്കയ പാല് നോക്കാം, തിളച്ച് കടിപ്പോയി. ഈ ശർക്കര പാനി നമ്മൾ എടുക്കണ്ടേ? വെള്ളത്തോളം കൂടെ ഒഴിക്കും. ഇനി വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഉണ്ടായി നോക്കി. അതിനകത്ത് വെള്ളം പാലെടുത്തോണ്ട് പറഞ്ഞാൽ പാലെടുത്തില്ലായിരുന്നേ കേട്ടോ. നമ്മൾ പിന്നെ അല മേടിക്കുന്നുണ്ട് അവിടുന്ന് തന്നെ, അതെടുക്കാൻ മറന്നുപോയി. ആ ഇത് കൂടുതലായിട്ട് മേടിച്ചേ. ഇവരെ കുറേ
എന്നിട്ട് പിന്നെ വൈകിട്ട് ഒന്നുകൂടെ വിളിക്കണമെന്ന് ഓർത്തിട്ട് വൈകിട്ട് വിളിക്കാനും ഒത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ അതുപോലെ കടയുടെ ഇത് എൻ്റെ ദൈവമേ ഇതന്നെ ഇങ്ങനെ പറയുന്നത്. ഞാൻ കടയുടെ ഞാൻ പറയാൻ പോവും. ഇന്നലെ രാത്രി വന്നു. ഇന്നലെ രാത്രി ഒട്ടും കാലനക്കത്തില്ലായിരുന്നു. അല്ലേ ഇന്നലെ പോയാലും പിന്നെ ഞങ്ങൾ ശർക്കരപ്പാനി തീരുമാനിച്ചു. ഞങ്ങളോട് പറഞ്ഞ് ചിക്കൻ പൈസയായിട്ട് വന്നിരിക്കുക. അന്നേരം എങ്ങനെയാ അതെന്ത് ഒഴിച്ചു? പാല് പാല്. പാല് അതെ ശരി. ചൂടുവെള്ളം കൂടെ ഒഴിക്കുക. അത്ര കൂടെ സമയമില്ലാതെ അത്രയും ചൂടുവെള്ളം കൂടെ ഒഴിച്ചു. അപ്പോൾ ഇച്ചിരി പെട്ടെന്നാവുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ അത് എടുത്താൽ മതി. രണ്ടും ചൂടല്ലേ. ഇത് തിളച്ചിട്ട് വേണം ഇത് ഇടാൻ. തിളച്ചിട്ട് ഇത് കോരിയിടണം. എനിക്കത് വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇത് തിളച്ച് കേട്ടോ നല്ലതായിട്ട്. ഇനി നമ്മളിതിനെ ഇപ്പോൾ കോരിയിടുക. ആ ഇതിനകത്ത് ഇപ്പം അഴുക്കൊക്കെ ആണെങ്കിലും പൊക്കോളൂ. ആ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് അപ്പോൾ ഇത് നല്ല ഇതായില്ലേ. ഇത് നല്ല അടയായതുകൊണ്ട് വിഷയമില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം വെന്ത്. ഇപ്പൊ നമ്മളൊന്നും ചേർത്തിട്ടില്ല. പാലും വെള്ളവും മാത്രമേ ഉള്ളൂ. ആദ്യം പിന്നെ ഒന്ന് കഴുകണോ? ഇല്ല, കഴുകി കഴിഞ്ഞാൽ ഇത് വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് വേഗത്തില്ല. ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമ്മൾ എടുക്കുന്നില്ലോ. അല്ല ഇത് അത് തന്നെയല്ല. ഇതിൽ അങ്ങനെ വലിയ അഴുക്കൊന്നും വരാനൊന്നും. ഇനിയും വെള്ളം പോരാ. വെള്ളം ഒഴിച്ച് പാല് നീട്ടി ഒഴിക്കത്തേ ഉള്ളൂ. ഇനി പാല് നീട്ടാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ചുള്ള ആദ്യം ഒഴിക്കണം. ഇനി നമ്മൾ നല്ല വെള്ളം ചേർക്കാത്ത പാലുകളെ ഒഴിക്കത്തുള്ളൂ. തേങ്ങാപ്പാലാണെങ്കിൽ ഇപ്പം നമ്മൾ പശുവും പാലിലല്ലോ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലാണെങ്കിൽ മൂന്നാം പാലിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം ഇപ്പം ഈ പറയുന്ന സാധനം സംഭവം ചെയ്യാൻ. അത് കഴിഞ്ഞ് പിന്നെ 2 പ്രാവശ്യമായിട്ട് ഇടയ്ക്ക് വറ്റുമ്പോൾ ഒന്ന് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വാങ്ങിക്കഴിഞ്ഞ ഒരു പാല് ചേർത്ത് കൊടുക്കുക. ഒന്നാം പാല് അത്രേ ഉള്ളൂ. ഇതിപ്പം പശുവും പാലാകുമ്പം ലാസ്റ്റ് ഒരു ശകലം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ മതി. ലാസ്റ്റ് ഒഴിക്കാൻ മാത്രം. മറ്റേത് എപ്പോഴേലും ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ബാക്കിയുള്ള ഇപ്പം നമ്മൾ മൊത്തം പാല് എടുത്തിട്ടില്ല. ഇതിനകത്ത് പകുതി എടുത്തിട്ടുള്ളൂ. ബാക്കി ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഇനി ഒന്ന് കുറുകി കഴിയുമ്പോഴേ ഒഴിച്ചു കൊടുക്കാം. രണ്ടിടയ്ക്ക് 2 ലിറ്റർ പാലുണ്ട്. ഒരിടയ്ക്ക് 1 ലിറ്റർ പാല് വേണം. 200 ഗ്രാം അത് ഒരു കവറ്. ഇപ്പം 400. 1 കിലോ അടുത്ത് ശർക്കരയും വേണം ഈ രണ്ടിടയ്ക്ക്. അടി പിടിക്കാൻ നോക്കണം. എവിടെയാ പണി കിട്ടിയ തിരിഞ്ഞിട്ടുണ്ട്. അടി പിടിക്കും. ഇങ്ങനാകുമ്പോൾ എളുപ്പം അങ്ങ് വേവും. ഇപ്പം വെന്ത് സാധനം. നീ ഒരു ശകലം കൂടെ ഒന്ന് വെന്തൊന്ന് ഇത് ഈ പാലുമായിട്ട് അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് പാലൊഴിച്ച് കൊടുക്കേണ്ട ഗതികേട് വരുന്നു. ഇതിപ്പോ വെന്തിരിക്കുമല്ലോ. ഇനിയിപ്പോ ഇനി അത് വേറെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ടോ? വെന്തിരിക്കാൻ സാധനം. ഇത് ഇച്ചിരി കൂടെ ഒന്ന് വെന്തിട്ട് ഇതിന്റെ കുറച്ചൊക്കെ പൊടിഞ്ഞ് ഈ പാലിനകത്തോട്ട് മിക്സ് ആവും. അപ്പൊ ഒരു കൊഴുപ്പാവും. എത്ര മണിക്കൂറാ വെച്ച എത്ര സമയം എടുക്കും? അപ്പൊ ഇനി ശകലം മധുരം ചേർത്ത് കൊടുക്കുന്ന എപ്പോഴാ? ഇതിപ്പോ ഒന്ന് ഇച്ചിരി കൂടെ നമുക്കൊന്ന് കറക്റ്റ് ആയെന്ന് അറിയുമ്പോൾ മതി. ഇതിപ്പം ഇങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ. ഇത് വെന്തൊന്ന് ഇതുമായിട്ടൊന്ന് ഈ പാലുമായിട്ടേ സെറ്റായി കഴിയുമ്പോൾ പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകും ഉള്ളതിനെക്കാട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വെള്ളം ഒഴിച്ചത്രയും വെള്ളം പറ്റണം. അന്നേരത്തേനും കറക്റ്റ് ആവും. ആ വെള്ളം നമ്മൾ പകുതി പാലും പകുതി വെള്ളമല്ല വിചാരിച്ചു. ആ വെള്ളം പറ്റി കഴിയുമ്പോൾ പാല് മാത്രം ആകുന്ന ഒരു സമയമുണ്ടല്ലോ. അന്നേരമാണ് അടുത്ത് ഒഴിച്ചു. പക്ഷെ അത് കുഴപ്പമില്ല. ഇച്ചിരി കൂടെ കിടന്നെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാന്നുള്ളത്. പായസം എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ രുചി പറഞ്ഞു. പാലിൻ്റെ ഈ പാൽ എന്നാ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു ശകലം ഇച്ചിരി ഒഴിച്ചാൽ പായസം പിന്നെ ഒരു ഉടായ്പ രീതിയിലൊക്കെ ഉണ്ടാക്കാം. ഇത് തന്നെ ഉടായ്പ രീതിയാണ്. പശുവും പാല്. അപ്പോൾ ശകലം ഒരു മുറി തേങ്ങയുടെ എങ്കിലും ഇച്ചിരി പാലൊഴിച്ചാൽ മധുരം ഇട്ടാൽ നമുക്ക്. ഇതെല്ലാം ഇത് വെന്തെല്ലാം ഇനി വേകാനൊന്നുമില്ല. ഇതെല്ലാം സെറ്റായിട്ടിരിക്കുന്നു. ഞാൻ കുറുകാൻ തുടങ്ങി ചെറുതായിട്ട്. ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അപ്പം വെള്ളം കുറവാണേ ഉണ്ടല്ലോ. ഇനി നമ്മളിപ്പോൾ ഇച്ചിരി കുറുകിപ്പോയി. ഇച്ചിരി കൂടെ വെള്ളം വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കിയല്ലേ, അന്നേരം ഇച്ചിരി
വെള്ളം കൂട്ടിയിടണം. അങ്ങനെ വെള്ളമാക്കാവുള്ളൂ, അല്ലാതെ അല്ല വെള്ളം പാലിനകത്ത് ചേർത്തൊന്നും ഒഴിക്കരുത്. അതാണ് എല്ലാം പോകുന്നത്, രുചിയില്ലാതെ വരും. ഇനി ഇത് വേഗത്തേ ഇല്ല, കാരണം മധുരം വന്നില്ലേ. ഇനി ഇത് വേഗം ഭയങ്കര പാടാ. വേഗം 5 ഇരട്ടി സമയം വേണം. അതായത് അരമണിക്കൂർ കൊണ്ട് വേണ്ട സാധനം ഒരു 2-2.5 മണിക്കൂർ എടുക്കും വേണമെങ്കിൽ. അത്രയും വ്യത്യാസം വരും മധുരം ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേവിക്കുമ്പോൾ. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിലിപ്പോൾ ഇനി മധുരം പിടിക്കുമല്ലോ. ഇനി പിടിക്കും. ഇനി മധുരം പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേഗണ്ടല്ലോ. വെന്തിരിക്കുന്ന സാധനത്തല്ലേ നമ്മൾ മധുരം പിടിച്ചോളും. നമ്മൾ വെന്തില്ലെങ്കിൽ പിന്നെ മധുരവും പിടിക്കുകയില്ല, വേഗത്തുമില്ല. ഇതിപ്പോൾ എളുപ്പം വേവും. ഇത് വെന്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇത് തമ്മിൽ ചേർന്നാൽ മതി. ഇനി കുറുകണം. ഇനി ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അല്ല വേണ്ട, ഞാൻ കുറച്ച് മടുത്ത് ചെയ്യുന്നത്. ഇനി കുറുകുമ്പോൾ മറ്റേ പാല് ഇരിക്കുന്ന വെച്ചേക്കുന്ന പാലില്ലേ, അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് കുറുകുന്ന പോലെ വന്നു കഴിയുമ്പോൾ എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ കുറെ കൂടെ കുറുകി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദിവസമാവും. അങ്ങ് ഇടിച്ച് ചതച്ചാൽ മതി. ഞാനൊന്നും ഇടിച്ചാൽ പോകാം, ഞാൻ ഇടിക്കാം. ഇതൊന്ന് പിടിച്ചു തന്നാ ഭയങ്കര അഭ്യാസിയാണ്. പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെയല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നല്ലപോലെ അങ്ങ് ചാച്ചോ, അല്ലെങ്കിൽ മിക്സിക്കകത്ത് പൊടിയല്ലോ. കൊണ്ടടിച്ച് മറ്റേ കൂടെ വെക്കാം അതിൻ്റെ കൂടെ. ഉണങ്ങിട്ട് പോലും അയ്യോ. എനിക്ക് ഇനിയും പൊടിയണോ? മതി. ഹോയ്, ഞാൻ ശാമ്പവിയോടാ പോയിന്ന് വെച്ചേ. ജീരകമേലയ്ക്ക, തേങ്ങാക്കൊത്ത്, കപ്പലണ്ടി, മുന്തിരിങ്ങ, തേങ്ങ പിഴിയൻ, ചുക്ക്, ഏലക്ക ഇങ്ങനെ തൂക്കുമല്ലോ, തൂക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ പൊട്ടി അങ്ങ് പോകും. ഇത്രയും പണി ഇതും കൂടെ അരച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. എന്തായാലൊക്കെ ആയിരുന്നല്ലോ നിറച്ച് കൊണ്ടൊരു വരക്കടാരി. ജയയുടെ സാമ്പാർ സൂപ്പർ മണം. ഇപ്പം എടുക്കണ്ട, തുണി വരട്ടെ. ആ തുണിക്കകത്തോട്ട് ഇട്ടോ. അടച്ചൊന്ന് കുലുക്കിയിട്ടെ അതിനകത്തോട്ട് ഒഴിച്ചേര്. എന്നിട്ട് അങ്ങോട്ട് ഒഴിച്ചേര്. കാണിച്ചു. ഇതുപോലെ ഇരിക്കണ്ട പായസം. അപ്പം ഇനി ഒഴിച്ചാൽ മതി. മധുരച്ച് ഈ സ്ഥലമുള്ളൂ, ഇത് ഒഴിച്ചാക്കാൻ മതിയോ? അതങ്ങ് ഒഴിച്ചേക്കണ്ട. വെച്ചിട്ട് കാര്യമില്ല. അപ്പം മധുരം സെറ്റ്. കൂടിപ്പോകുന്നേക്കാട്ടിലും നല്ല ഇച്ചിരി കുറഞ്ഞിരിക്കണം, പിന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ. കൂടിക്കഴിഞ്ഞാൽ പാടാം. ഇതെങ്ങനെ സംഭവം അറിയാം. അമ്പലത്തിന് പിന്നെ ഈ പണിക്കാരില്ല അവിടെ കാറി ഓടി വന്നു. ഓടി വന്നപ്പോഴത്തേക്ക് ഈ ഏലമെല്ലാം അവിടെ മറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക സാധനം. ഇതിനെ കണ്ട് പേടിച്ചാ ഓടി വന്നപ്പോൾ അമ്പലത്തോട് പറയുമ്പോൾ അമ്പലത്തിൽ നോക്കിക്കൊണ്ട് പോയി ശരിയാക്കി. ശരിയാക്കിയിട്ടുണ്ടല്ലോ. അന്ന് ഇവർ കൊണ്ടുവന്നിട്ട് പിന്നെ പൊളിച്ചിട്ട് ശരിയാക്കി വേവിച്ച് വെച്ചിട്ട് വിശദം വരെ ഞങ്ങളോട് പറഞ്ഞു. ഓശിക്ക പിന്നെ കൊണ്ട് തീറ്റിക്കും. തീറ്റിച്ചില്ല,
അല്ല അന്ന് തിന്നിട്ട് കുറച്ച് നല്ല മൂന്നായിരുന്നു. തിന്നിട്ട് കൊച്ചുകായ്ക്ക് ഒരു പ്രശ്നമില്ല. ഇതിന് പിറ്റേത്തെ എല്ലാം പഠിക്കും. ഞാൻ പറയട്ടായിരുന്നേ, അപ്പൊ ഇതിനെ പോയി വെടി വെച്ചു. രാജവൻപാലല്ല നമ്മളോട് പറഞ്ഞത്. പൂവും കാര്യമൊന്നും പറഞ്ഞില്ല. പൂവൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. പിന്നെ എന്നിട്ട് ഇതിനെ ഈ കോശിക്കായ ഏതിനെയും തിന്നുമല്ലോ. കോശിക്കായ എല്ലാത്തിനെയും തീറ്റുന്നു. കോശിക്കായ ഇതിനെ എടുത്തോണ്ട് വന്നപ്പോൾ ഭയങ്കര ഒരെണ്ണം കോശിക്കായ. ഇത് കുറെ വിഷമുള്ള ഇവർക്കറിയാം. അത് കണ്ടിച്ചു കളയും. എന്നിട്ട് ഇതിനെ ഇരിച്ചെല്ലാം കൊണ്ടുപോയി നല്ല ഇതായിട്ട് വറുത്തൊക്കെ എന്തായാലും പറയുന്ന കേൾക്കണം. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ തിന്നാൻ പേടി. ഇവരെല്ലാം ഭയങ്കരമായിരുന്നു. കോശിക്കായ ഒന്ന് തിന്നോളാൻ പറയും. കോശിക്ക ചത്താലും മുഴുവെല്ലാം തിന്നാണ് പറഞ്ഞു. കോശിക്കായ തിന്നു. എന്നിട്ട് വെളുപ്പിനെ നമ്മുടെ തമ്പി എന്താ ചെയ്യുമെന്നറിയാം, എഴുന്നേറ്റ് ചെന്ന് കോശിക്കായ നോക്കി വിളിച്ചു. കോശിക്കായ്ക്ക് ജീവനുണ്ട്. വേഗം അങ്ങോട്ട് ചെന്ന് പാത്രത്തോടെ എടുത്ത് വെച്ച് രണ്ടാമത് തിന്നാൻ തുടങ്ങി. അതൊക്കെ തിന്നും പണ്ട് തുടങ്ങിയ പന്നീരെ കൊണ്ടുവന്ന വറുത്തോണ്ട് വന്ന ആരെന്നറിയാം, നമ്മുടെ മട്ടത്തിലെ രാജു വീട്ടില് കൊണ്ടുവന്നപ്പോ തന്നെ ഇവരെല്ലാം കൂടി പിന്നെ കള്ളടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അവിടെ. ഈ ശീലപ്പാപ്പനൊക്കെ ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് എനിക്ക് കൊടുക്കുന്നു. അമ്മേനെ അമ്മയെ നേരെ കൊത്തു നിൽക്കില്ല. അപ്പൊ എന്നോട് പൂച്ചയോ തിന്നിട്ടുണ്ടോ? പൂച്ചയെന്നു പന്നീര് കാട്ടുപൂച്ച കണ്ടനുണ്ടല്ലോ അവനെ. പിന്നെ ഈ എലി പന്നീലി എലി വലിയ എലി അതിനെ വറുത്തോണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ? ആരാതെ? രാജു. വട്ടത്തിരാജു. നമ്മുടെ വീടെന്ന് വെച്ചാൽ വലിയ അച്ഛനും ആ പുള്ളിക്കാരനും വലിയ ഇതായിരുന്നു. പിന്നെ നമ്മുടെ പ്രീതാമ്മയുടെ ഒക്കെ കപ്പേഴ്സ് ഈ 3 പേരും വലിയ സംഗതികളൊക്കെ ഉണ്ടാക്കി കുടിയും. നമ്മുടെ തുണിയൊക്കെ അവിടെ നല്ലതായിട്ട് ഉണങ്ങിയുണ്ടോ? അവരെന്തോ എന്നാ വീണതന്നെ. വീണ ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയും പതുക്കം തട്ടിയാൽ മതി. കാലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കേ പിന്നെ കാലിനൊരു ബലം ഇട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വന്നില്ലേ അന്നേരം. എന്തോ ആയാലും ഒരിക്കലും പോകാത്ത പോലെ മനസ്സിനൊരു ഇതോടാ പോയത്. ഒന്നുമില്ല. നോക്കുമ്പോ തന്നെ എണ്ണ ഇറങ്ങും തേങ്ങ. എല്ലാവരും പൈസ ഉണ്ടാക്കിയ വിൽപ്പനയാ. നമ്മളിപ്പോ ഓക്കെ ഇത് നമുക്കിനി വേണേ തുടങ്ങാം. നമുക്കിനി വേണേ തുടങ്ങിയേക്കാന്ന്. സമയം കേട്ടത്തില്ലേ? അല്ല ഒരു 500 രൂപയുടെ സാധനം മേടിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക ഒരു ദിവസം. 2000 രൂപയിലും കിട്ടും. ഉഗ്രനായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അല്ല ചുമ്മാ ഇതിന് 100 നെയ് മതിയോ? അത് 200 ആയിക്കോട്ടെ. അതിൽ കൂടുതൽ വേണ്ട. ഉണ്ടാക്കി തരാം. ശമ്പളമേ എവിടെക്കാനും പോയിരുന്നു വിൽക്കാവോ? ഉണ്ടാക്കി തരാം. ശമ്പളം ഇവിടെ നേരെ രാവിലെ കയറി പാഞ്ചാലിമേടിന്റെ ബസ്സിന് കയറിയിട്ട് അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ സൈഡിൽ ഇരുന്നാൽ മതി. അവിടെ പാഞ്ചാലിമേട് പോയിട്ട് ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ, അവിടെ പോയിട്ട് ആ സൈഡിൽ ഇരുന്നേച്ച് വിട്ടിട്ട് ഉച്ചയാകുമ്പോൾ ആ വണ്ടി തിരിച്ചു വരും. ഉച്ചയ്ക്ക് അന്നേരം ആ വണ്ടിക്ക് തിരിച്ചു പോകും. പണ്ടൊക്കെ ഇതൊക്കെ നമുക്ക് കേൾക്കുന്നതന്നെ നാണക്കേടാണ്. നമ്മളൊക്കെ അല്ലേ പൈസ ഒന്നും ഉണ്ടാക്കാതെ ഒരുമാതിരി തിന്നോണ്ട് പെരക്കാത്തിരിക്കുന്ന പെണ്ണുങ്ങൾ. റാന്നിയിൽ അവളില്ല. ഇല്ല അവള് പിന്നെ പമ്പയ്ക്ക് ഇപ്പൊ വരണ്ട. അതൊക്കെ ഇപ്പം വേറെ ആളെയൊക്കെ ഇവിടുന്ന് പിന്നെ പത്തനംതിട്ട ആന്നേലേ അവൾക്ക് അങ്ങനെയൊക്കെ ഉള്ളു. പറ്റത്തില്ല. ക്യൂവേ ഇല്ലായിരുന്നു. എനിക്ക് നാളെ ഉച്ചയാകുമ്പോ അടച്ചെന്നാണ്. രാവിലെ വിട്ടാ പോരെ? അജുവണ്ണോടല്ലേ വരാൻ പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അല്ല പിന്നെ അവൻ ഇങ്ങോട്ട് വരണം. അവൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവന് പിന്നെ വിടാം. ഇല്ല പാല് മേടിക്കുന്നത് ചോദിച്ചു ചെയ്യുന്ന
ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു കാക്ക. ഞങ്ങളുടെ അടുത്ത് കുറേശ്ശെ പാലിന്റെ പാട എടുക്കാൻ കൊടുക്കും. ഇവിടെ ചായ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ പാല് കാച്ചി അങ്ങോട്ട് രണ്ടായിട്ട് എടുക്കുവാണെങ്കിൽ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ. ഇനി എന്തോ ഉറക്കാനോ? ഇത് ഏറ്റവും കാശ് അവിടെ നിന്ന് മേടിക്കുന്ന, അവിടെ അടുത്ത് കിട്ടും. ഇങ്ങനെ വീട്ടുകാർ നായന്മാരുണ്ട്, അവിടെ നിന്ന് കൊടുത്തു വിടും. പാലിന് വിലയാവും. അവിടെ ആളും പേരും ആൾക്കാരെ കാണാനും അല്ലെങ്കിൽ ഒക്കെ നടക്കാനും എടുക്കാനെല്ലാം നല്ല സൗകര്യം. കുഞ്ഞമ്പലത്തിൽ വന്ന് കണ്ടപ്പോൾ അവർക്ക് അതായത് ആവശ്യം പോലെ അതുകൊണ്ടാവും ഇവിടെ കൊണ്ടുവരാം. 2 കവറിന് 1 കിലോ 1 കിലോ തന്നെ വേണ്ട. ചില ശർക്കരയുടെ വ്യത്യാസം അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. എന്നാലും 1 കിലോ ഒന്ന് കൂട്ടാൻ വേണമെങ്കിൽ 2 ലിറ്റർ പാലും. ആണോ? മഴയുണ്ടോ? വീട്ടിലെന്താ പറയണം, ഇവിടെ മഴയാണെന്നാ പറഞ്ഞേക്കുന്നത്. ആവശ്യം പൈസ അമ്മായി സൂപ്പർ വയസ്സല്ലേ? അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞില്ല, അതുപോലെ ആയോന്ന്? ആ സെയിം അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് വെക്കുമ്പോൾ മാറ്റം വരരുത്. അല്ലെങ്കിൽ നമുക്ക് കച്ചവടം നടത്തുമ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നു. ഇപ്പം എന്നാ ഷാമ്പൂ ഇത് പായസം നിനക്കാ. ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതേ സാധനം തന്നെ അടുത്ത ദിവസം അതേ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാലേ നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. തണുക്കുമ്പം തണു കുടിച്ച് തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ ഇതാവും, നല്ല ഇതാവും. അടപ്രഥമൻ എല്ലാ സാധനവും ഇട്ടു വരട്ടെ. എണ്ണീന് കൊടുക്കേ. എനിക്ക് ദോശ അടി അങ്ങനുണ്ട്. അത് മതിയല്ലോ. ആണോ? അടി വെക്കി പിടിച്ചോണ്ടായിരിക്കും. മധുരം വേണേലും ചേർക്കാൻ കുഴപ്പമില്ല. ലാസ്റ്റ് വെച്ചിരുന്ന് തേങ്ങാപ്പാൽ ഒഴിക്കാൻ മറന്നുപോയി, ഇപ്പോൾ ഒഴിക്കണം. വെറുതെ അല്ലേ, ചെറിയൊരു പന്തികേട് തോന്നി. എന്തോ മധുരം കുറവാന്ന് പറയുന്നു. ചേർക്കണോ ഇനി? ഒരു പിടി കൽക്കണ്ടം പൊടിച്ചിട്ടാലോ? അതും കൂടെ ചേർത്താക്കാം. ഇനിയിപ്പോൾ ഇത്ര ആയത് കൽക്കണ്ടം. മധുരം ഇതല്ലെങ്കിലും ചേർക്കുന്ന ഈ കൽക്കണ്ടം ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ, പാൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പം കൽക്കണ്ടം പൊടിച്ച് ചേർക്കുക. അത് ഈ ശർക്കരയുടെ ഒരു ഇതുണ്ടല്ലോ, അത് മാറാനാണെന്ന് എനിക്ക് തോന്നുന്നത്. എടുത്തോ. നമ്മുടെ അളവിനനുസരിച്ച് വേണം ഇത് ഇടാനായിട്ട്. ഇപ്പൊ ചെറിയ ഇതായതുകൊണ്ട് മടുത്തോ? ഇതെന്നാ പൈസ പറയടി. നീ വന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, ബിസി ആയിരുന്നു. ജയ ഇതിന്റെ ചാർജ് മൊത്തം തീർത്ത് വെച്ചു. നോക്കിട്ടുണ്ടല്ലോ. നീ എവിടെ പോയേ? ഒരുങ്ങി നിൽക്കുവാണല്ലോ. ഒന്ന് ഒതുങ്ങ്. ഹാപ്പി ബർത്ത്ഡേ. 6 ഓ എന്നായിരിക്കുന്നു? റെഡി ആയിട്ട് നിന്നാ നിങ്ങൾ? ഇനിയിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ റെഡി ആകുന്നവരെ നിങ്ങൾ സമയം കളയണ്ടല്ലോ എന്ന് വെച്ച്. ആര്? എല്ലാം ഉണ്ടുണ്ടുണ്ട്. അതൊരു കുളമായിരുന്നേ. അതിനകത്തോടെ
മുളയുടെ ഇത് കയറി വന്നിട്ട് അത് പൊട്ടിക്കിടക്കുക. മീനുണ്ടോ? ആ മീനുണ്ട്. നിങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മഴ കൂടാൻ തുടങ്ങിയത് ഇപ്പം. അവിടെ മഴയില്ലേ അപ്പം? അല്ല അവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് ചെറുതായിട്ട് അങ്ങനെ വലിയ മഴയൊന്നും. ഇതാരടി ആരേലും പറഞ്ഞല്ലോ. ആരുടെ ബർത്ത്ഡേ? ആരുടെ ബർത്ത്ഡേ? എന്റെ ബർത്ത്ഡേ എന്നാ? ഡിസംബറിലാണ്. എന്റെ ബർത്ത്ഡേ 2 ദിവസം കഴിയുമ്പോ. നമുക്ക് പാട്ട് ഇഷ്ടം, പിന്നെ കാർട്ടൂൺ ഇഷ്ടം, വാല്യൂബിൾ ഇഷ്ടമാണ്, മായ ഇഷ്ടം. എനിക്ക് ആർക്ക്? അല്ല ഞാനേ കൊച്ചു ജീവിയുടെ കാര്യം ഇതാരടി? ഇത് ചേച്ചിയുടെ കൂട്ടുകാരി. ഇതോ ഈ ചേച്ചിയുടെ ഇവരുണ്ടാ ഇതാരാ ഈ സാധനം? ചേച്ചിയുടെ കൂട്ടുകാരിയാ. ആ ജയമേടെ ജയമേടെ എന്റെ കൂട്ടുകാരോ? ഓക്കെ ആ മതി മതി. എല്ലാം ഓക്കെ ആയില്ലേ? അഖിൽക്കമ്മ ഇപ്പൊ തിരിച്ചു എത്തുമ്പോഴത്തേക്കും താഴെ എത്തിയേക്കണം എന്ന് പറഞ്ഞു. മുണ്ടക്കാരൻ എന്താ പേടിക്കാൻ വേണ്ടി അമ്മേ പായസം കൊടുക്കടി ബർത്ത്ഡേക്കാർക്ക്. പായസം വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടല്ല ഇവിടെ. ഇവള് പറഞ്ഞ് ബർത്ത്ഡേ പായസം വെക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച ഇത് ഇവള് അല്ലേ? ആഹാ അറിഞ്ഞില്ലല്ലേ? ഇവള് പറഞ്ഞ് പറയാനുണ്ട് ഇവിടെ വരും പറഞ്ഞാൽ മതി. സത്യമായിട്ടും പായസം വെച്ചായിരുന്നു. ആ എവിടെ പോവാ? സൂപ്പർ പരീക്ഷ. പക്ഷെ ഞാൻ വിഷമിക്കുന്ന ചോദ്യമൊക്കെ ചോദിക്കാം. കുറച്ച് മതി കേട്ടോ. പരീക്ഷ മറ്റേ ഇവരോട് തന്നെയാണ് ഇവർക്ക് എക്സാം. നിന്റെ പന്ത് നീ പന്ത് കളിക്കാറില്ലല്ലോ ഇവിടെ. അമ്മ എടുത്തോളൂ. ഇത് നാരായണി അമ്മച്ചോളൂ. ഞാൻ ഇറങ്ങി വെക്കണ്ട. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെ അല്ലല്ലോ അല്ലേ? കേക്ക് എവിടെ? അപ്പേ കേക്ക് എവിടെ? അപ്പേ അപ്പേ അക്ക് എറണാകുളത്ത് പോയോ? എതിലും പോകാൻ പറ. സത്യം മതിയോ? മതിയോ? കുറച്ച് ഇഷ്ടമാണോ? കേക്ക് തരുമോ? ഇതൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നത് ബാഗോ എന്റെ ഷാമ്പൂ സംഭവം ചെയ്തില്ലല്ലോ.
വളവളന്ന് വെച്ചിട്ടുണ്ടെ ജാനി തന്നെ ജാനി ജാനി പിന്നെ വളവള ഇഷ്ടമാണ്. പിന്നെ മുസ്ലിംസിന് നൂഡിൽസ് കഴിക്കും ചൈനക്കാര്. ആരാ ഹലോ ഞാൻ വീട്ടില് സത്യയുടെ കൊടുക്കുവോ ഹലോ സത്യക്ക് കൊടുക്കുവോ? ഹലോ ആ ഹലോ പപ്പ എവിടെ? ഒന്ന് കൊടുക്കാൻ തല്ലിക്കൊല്ല അല്ലെങ്കിൽ അവള് കുളിക്കാതെ ഇവിടുന്ന് പോകുന്നില്ല. കുളിക്കാതെ അല്ല, കുടിക്കാതെ അത് കുളിക്കല്ലോ. സോറി തിന്നായിരിക്കാൻ മറ്റു കാര്യം പറഞ്ഞാൽ പോരെ. ഹലോ 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 പപ്പ എവിടെയാ? വിളിച്ചില്ല. ആണോ? ഒന്നും പറയാൻ അച്ഛൻ എവിടെ? പപ്പ വിളിച്ചു കൊച്ചച്ഛൻ ജയ ഉണ്ടാക്കിയതാ. അറിയാമല്ലോ അല്ലേ? പപ്പ എവിടെയാ? മോളെ ജയ ഉണ്ടാക്കിയ പായസമാണ്. അറിയാമോ ഞാൻ ഉണ്ടാക്കിയത്? കാലുപുറ എല്ലാവർക്കും അറിയാം ജയ ഉണ്ടാക്കത്തില്ല. വീഡിയോ കാണുമ്പോ അറിയാം, എല്ലാവർക്കും അറിയാം. എടുത്തു പറഞ്ഞതിലെന്തോ അപ്പൊ സത്യമാണെന്ന് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയാന്ന് വിശ്വസിച്ചില്ലോ എന്നാണേലും. സത്യമായിട്ടും ചോദിച്ചു നോക്ക്. ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ പായസം അല്ലേ? ഞങ്ങളൊരു പായസം ഉണ്ടാക്കാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വെച്ചതേ ഉള്ളൂ. ആ അപ്പം ഒന്നുകൂടെ വെക്കണമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് വെച്ചേക്കാന്ന് വെച്ചു. ആ പിന്നെ അവളെങ്ങാനും വെക്ക്, അവളെടുത്തോണ്ട് പോക്കോളൂ. പോവാൻ പറ്റില്ലെങ്കിലും പയ്യെ കഴിച്ചാൽ മതി. സ്പൂൺ കുടിക്കണ്ട, നിങ്ങൾ അല്ലാതെ ക്ലാസ്സിൽ നിന്ന് കുടിക്കും. വേണ്ട, എനിക്ക് അത്ര എനിക്ക് ഗ്ലാസ്സിൽ കുടിക്കുന്ന ഇഷ്ടമല്ല. സ്റ്റോറി ഇട്ട് കുടിക്കും. അത് ഒന്ന് ഹെൽപ്പ് ചെയ്യടി. കുടിക്കാനോ? അങ്ങോട്ട് എടുത്ത് കാണിച്ചു. മധുരം ഇഷ്ടമല്ലാത്തണ്ടാ? ഇച്ചിരി എരിവായിരുന്നു ഞാൻ. എരിവുള്ള പായസമാണ് അത്. ഗരം മസാല ഇട്ടുണ്ടോ? വേണ്ട, മറ്റേ ചുക്കിട്ടാ മതി. അതല്ല, മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഗരം മസാല ഉണ്ട്. ഗരം മസാല ഉണ്ട്. എന്തിനാ? മറ്റേ ചിക്കനകത്ത് ഗരം മസാല ഇടും. പിന്നെ വേണം കാശ് കൊടുത്ത് മേടിച്ചു. ഞാൻ തരത്തില്ല ഗരം മസാല. ഇല്ല, കാശ് വേണ്ട, രൂപ നോട്ടായിട്ടൊന്നും കാശിന്റെ കാര്യമല്ല, ഗരം മസാല വേണം. നമ്മളെന്നെ ഇവിടെ കടവല്ല നോക്കുന്നുള്ളൂ. ഗരം മസാല കൊടുക്കാൻ അല്ല, പൊടിച്ചു വെക്കുന്ന കാര്യം ഇവിടെ പൊടിച്ചു വേണ്ട വേണ്ട. നീ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വയറുവേദനയാണല്ലോ ഇപ്പൊ പറഞ്ഞേ. കേക്ക് കഴിക്കാൻ പാടില്ല. മധുരം കഴിക്കരുത്. വയറുവേദനയല്ലേ? നമ്മൾ രാവിലെ പോവോ? രാവിലെ പോകും. എങ്ങനെ പോവും? അത് അമ്മ കൊണ്ടുവിടും. അമ്മ എങ്ങനെ കൊണ്ടുവിടും? സ്റ്റാൻഡ് കയറി കൊണ്ടുവിടും. എങ്ങനെ ആരും ഇവിടെ ഇല്ലാതെ നാരായണ ഏൽപ്പിച്ചിട്ടോ? പിന്നെ ആരാണ് ഏൽപ്പിച്ചിട്ട് പിന്നെ അമ്മ എന്റെ സ്റ്റാൻഡ് വരെ പോകുന്നത്. ബസ് ഓട്ടോയ്ക്ക് പോകുന്നേ. പിടിച്ചേ, ഒന്ന് പിടിച്ചേ. ഇട്ടോ മനെ. ഇല്ല, ഇടുമ്പോ ഫോൺ എടുത്താക്കൂ. പോവാണോ? എന്റെ ചെരുപ്പ് എന്ത് ചെയ്യും? അമ്മായിയുടെ ചെരുപ്പ് ഇവിടെ ഇരിപ്പുണ്ടേ. കൂട്ടിക്ക് വരെ സംസാരിക്കാവോ? പെരുമാടത്തെ കയറുന്നുണ്ടോ? ഏറുമാടം കേറുന്നുണ്ടോ? വേണ്ട വേണ്ട, നാളെ രാവിലെ. ഇവിടെ ചെന്ന് ഇടിച്ച് പറയാൻ വേണ്ടി എഴുന്നേറ്റ്
ജീൻസൊക്കെ ഇട്ടോടെ ഇവിടെ വരുമ്പോൾ ഷോളൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിലാണ് മുന്നോട്ട് വരുന്നത്. നീ കണ്ടിട്ടുണ്ട് പിള്ളേ? നേരത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് മുണ്ടക്കൻ കാണത്തില്ലായിരുന്നേ. ഇവിടുത്തെ കുറെ മരം മുറിച്ച് ഇപ്പൊ ഫുള്ള് മുണ്ടക്കൻ. പ്രത്യേകതയാണ് അത് വെട്ടിയല്ലേ. പായസം എടുത്ത് ഞാൻ ബാഗി വെച്ചായിരുന്നോടി. ആ വെച്ചെന്ന് തോന്നുന്നു. ആരും കുടിക്കണ്ട, നമുക്ക് തന്നെ കുടിക്കാമല്ലോ. ഫ്രീ ആകുമ്പോൾ നല്ല മൂഡ് വരും. ഈ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേ ഇത് കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ രാവിലെ നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റാ, തണുത്തിരിക്കും. അതെ ആ വീട്ടിൽ താമസിക്കുന്നവരെ മാത്രമേ ഇറക്കി വിടത്തുള്ളൂ. മീനാണോ? മീൻ മേടിച്ചോ? ചപ്പാത്തിയൊക്കെ ഉണ്ടോ? നിങ്ങളാണോ പറഞ്ഞത്? നിങ്ങളെല്ലാവരും ബിസ്മി. നമ്മുടെയോ? കാണാം പിടിച്ച് വിൽക്കാനാ? കുടിച്ചിട്ട് കാര്യമില്ല, അത് കട്ട് ചെയ്താൽ മതി. അത് മിക്കാറും കട്ട് ചെയ്യത്തില്ല. എവിടാ അത്? ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിന് താഴെ. ഇത് ലോക്കറി മാത്രമുള്ള കച്ചവടം അല്ലല്ല, ഇവർക്ക് ഒത്തിരി പുറത്ത് കൊടുക്കുന്നു. പക്ഷെ മഞ്ഞ പക്ഷെ അവിടെ ആയിരുന്നു വാഗമണ്ണ്, ഉറുമ്പിക്കരയായിരുന്നു. ഇത് ഉറുമ്പിക്കര കേട്ടോ. ഏത് കടയാണ്? അവിടെ മഞ്ഞില്ലല്ലോ. ആ ഉറുമ്പിക്കരയല്ലേ, ഇപ്പുറം അല്ലേ? ഏതാ? വെള്ളച്ചാട്ടം അവിടെ കേട്ടോ. പിന്നടി പൊട്ടിപ്പോത്തില്ലേ? ലൈറ്റ് ഇല്ലാത്ത ഇവിടെ ഇതിനകത്ത് വെക്കുന്ന അവിടെ തീർ വെക്കാം. അതിനമ്മേനടി നിനക്ക് ഒന്നും അടുത്തില്ലേ? ഇതാരടി വരുന്നേ? ഇതൊക്കെ ആരോ? നമ്മളെ കണ്ടിട്ട് മൈൻഡ് ഇല്ലല്ലോ. പുതിയ ആൾക്കാരെ കണ്ടോണ്ടോ? അല്ല നിന്റെ ജാട ഉണ്ടല്ലോ, ഇവിടെ ഇറക്കല്ലേ? വീണ്ടും ഹാപ്പി ബർത്ത്ഡേ. വേറെ എവിടെ പോയാലും ഇത്തരം നമ്മൾ വന്നാൽ അറിഞ്ഞില്ല, അതുകൊണ്ട് ലൈറ്റ് ഇടാൻ ഞാൻ. ഇവിടെ മത്തി മേടിച്ചിട്ടുണ്ട്. നീല, പച്ച, മഞ്ഞ. ഇത് കൂടെ കുറച്ച് നമുക്ക് മേടിച്ചിട്ടാണ്.
പോട്ടെ. വെള്ളം മാറിയാണോ? അവിടെ അവിടെ വെള്ളം അവിടെ അങ്ങോട്ടും ഉണ്ടോ? അവിടെ വെള്ളം ചേട്ടാ എടുത്തോണ്ട് വന്നോ. അവളെന്തേ അക്കെന്തേ കമ്പെടുക്കാൻ പോയി എടുക്കുന്നുണ്ടോ? ഇവിടുന്ന് ഒരു നമ്മളിപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ, അവിടെ 5 കിലോമീറ്റർ 3 കിലോമീറ്റർ തീ കൂടുതലുള്ള ഇതിങ്ങനായി അതങ്ങനായി. ചുമ്മാ മറ്റേ അരുണിന്റെ അനിയൻ ഇത്ര സംസാരിക്കുമായിരുന്നു ഇതൊക്കെ ചോദിച്ചില്ലേ? പാവം പിടിച്ച് ഞാൻ ഇത്തിരി കള്ളു കുടിച്ചിട്ട് വർത്താനം പറഞ്ഞപ്പോ ഇതാ ബ്രാൻഡോ അല്ല അനിയൻ സൂപ്പറാണ്. ഡാൻസ് ഞാൻ കാണിച്ചില്ല, വേറെ ഡാൻസ് എന്നിട്ട് പ്രശ്നമല്ലെന്ന്. ചുമ്മാ എന്നെ നശിപ്പിക്കില്ല കേട്ടോ, ഞാൻ ഇത്തിരി മറ്റേ ഗൗരവക്കാരൻ. ഞാൻ ഈ ബലൂൺ പൊട്ടിക്കും. എന്നാ 4 പെങ്കടിക്കുന്നുണ്ടോ? ഒറ്റ തവണ പാടുക നിന്നു തരണം. ഏതുകൊണ്ടാ?